ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ബിസ്താമിലേക്ക് വന്ന സംഭവം, മഹാനവറുകൾ നാട് കടത്തപ്പെട്ടു. അങ്ങനെയൊക്കെ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനുശേഷം അപ്പറഞ്ഞ ഖാദിയാർ മരിച്ചു. ഖാദിയാർ മരിച്ചപ്പോൾ മഹാനവറുകൾ ബിസ്താമിലേക്ക് തിരിച്ചു വന്നു. ബിസ്താമിലെത്തിയപ്പോൾ നാട്ടുകാരെല്ലാരും കൂടി എന്തുണ്ടായി എന്നറിയോ? വഅലിമ അബൂ യസീദ് റളിയല്ലാഹു അൻഹു അന്ന മുറാഅത്തൻ നാസി വമുലാഖാതിഹിം തംനഉ അനിൽ ഹഖ്. പടച്ചവനെ, ആളുകളെല്ലാരും കൂടിയിട്ട് ഇങ്ങനെ ശല്യം ചെയ്താൽ നമുക്ക് ഇബാദത്ത് നടക്കൂല എന്ന് മനസ്സിലാക്കി അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? റമദാനിലാണ് പത്തിരി ഇങ്ങോട്ട് എടുത്തു. റമദാനിന്റെ പകലിലാണ് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പത്തിരി എടുത്ത് നിന്നും തുടങ്ങി. പിന്നെ അപ്പോഴേക്ക് ചില ആൾ കേട്ടോ, ഞാൻ എന്താ പറഞ്ഞു, ഉപരി ശരിയല്ലെന്നാണ് ഖാദിയാർ പറഞ്ഞു. ഖാദിയാരുടെ ദീർഘവീക്ഷണമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ അവർ തിന്നാൻ തുടങ്ങിയില്ലേ? റമദാനിന്റെ പകലിൽ നമ്മുടെ ഖാദിയാർ മരിച്ചുപോയ മൂപ്പർ ഇങ്ങോട്ട് തന്നെ വന്ന് അക്കാദി അന്നേ എഴുതി വെച്ച് കുറെ മുമ്പ് ചൂഷണം ചെയ്യപ്പെടുന്ന ആത്മീയത എന്ന CD ഇറക്കിയപ്പോ ഖാദി അന്നേ പറഞ്ഞു ഉപരി ശരിയല്ല. ഇപ്പൊ മനസ്സിലായില്ല ഈ ഖാദി ശരിയല്ല. സഹോദരങ്ങളെ, അബൂ യസീദുൽ ബിസ്താമി തങ്ങളെ കഥ പറയുമ്പോൾ അതും കൂടി കൂട്ടിച്ചേർത്ത് പറ. അപ്പൊ നിങ്ങളെ ശരീഅത്ത് എവിടെ പോയി? നാട്ടിൽ വന്നപ്പോൾ റമദാനിൽ ഭക്ഷണം കഴിച്ച സംഭവം ഇല്ലേ? റഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇപ്പോ നിങ്ങൾ കേട്ട ഈ ക്ലിപ്പിൽ നൗഷാദ് മൗലവി ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ പച്ചയായ വ്യഭിചാരമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇബാറത്തുകൾക്കിടയിൽ നിന്നൊരു കഷ്ണം അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നു, മുറിച്ച് മാറ്റിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവിടെ പറയേണ്ട ഇബാറത്ത് അദ്ദേഹം പറയാതെ അത് മൂടി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കിതാബിൽ നിന്ന് വായിച്ചിട്ടുള്ളത്. മഹാനായ ഫരീദുദ്ദീനുൽ അത്താർ എന്നവര് അവരുടെ തദ്കിറത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഞാനത് ഇവിടെ വായിച്ചുകൊണ്ട് അർത്ഥം വെച്ച് തരാം. മഹാനവറുകൾ പറയുന്നു, നുഖില, നഖൽ ചെയ്യപ്പെട്ടിരിക്കുന്നു, അന്നഹു, മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ബഅദ സിയാറത്തി ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്തതിന്റെ ശേഷം ഉമിറ, അവരോട് കൽപ്പിക്കപ്പെട്ടു, ബി സിയാറത്തി ഉമ്മിഹി, ബിസ്താമി എന്ന സ്ഥലത്ത് തന്റെ ഉമ്മയുണ്ട്, ആ ഉമ്മയെ സന്ദർശിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു. അങ്ങനെ ഫതവജ്ജഹ ഇലാ ബിസ്താം ഫീ ജമാഅത്തിൻ, ഒരു സംഘം ആളുകളുടെ കൂട്ടത്തിലായിട്ട് മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ബിസ്താമിലേക്ക് പുറപ്പെട്ടു. വസമിഅ അഹ്ലു ബിസ്താം, ബിസ്താമിലുള്ള ആളുകൾ കേട്ടു, അന്നഹു ജാഅ, മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഈ നാട്ടിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരം ജനങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഫസ്തഖ്ബലഹു ഖൽഖുൻ കസീറുൻ, ധാരാളം ആളുകൾ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കാൻ വേണ്ടി തടിച്ചുകൂടി. വഅലിമ അബൂ യസീദ് റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, അന്ന മുറാഅത്തൻ നാസി വമുലാഖാതഹും, ഈ ജനങ്ങളോട് കൂടി പെരുമാറലും അവരെ പരിഗണിക്കലുമൊക്കെ, തംനഉഹു അനിൽ ഹഖ്, അത് മഹാനവർകളെ ഹഖ് തആലയാകുന്ന അല്ലാഹുവിനെ തൊട്ട്, അവിടത്തേക്ക് അല്ലാഹുവിനക്ക് ആരാധനകൾ നിർവഹിക്കുന്നതിനെ തൊട്ട് തടസ്സമാകുമെന്ന് മഹാനവർകൾ മനസ്സിലാക്കി. എന്നിട്ട് ഫഅഖദ റഗീഫൻ, അബൂ യസീദ് റളിയല്ലാഹു അൻഹു ഒരു റൊട്ടി എടുത്തു, വസ്തഗല ബിൽ അക്രി, അത് തിന്നാൻ തുടങ്ങി. വകാന ഫീ റമളാന, മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു റമദാൻ മാസത്തിലാണ്, പകലിലാണ് റൊട്ടി തിന്നാൻ തുടങ്ങി. വഖസദ റുഖ്സത ബിദാലിക, കേൾക്കണം, വഖസദ, അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചു, അർറുഖ്സത, റുഖ്സ എടുക്കലിനെ, ആനുകൂല്യം എടുക്കലിനെ, ബിദാലിക, ഈ റൊട്ടി തിന്നൽ കൊണ്ട് ആനുകൂല്യം എടുക്കലിനെ മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചുകൊണ്ടാണ് റൊട്ടി തിന്നത് എന്ന് പറഞ്ഞാൽ, അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു യാത്രക്കാരനാണ്. മദീനയിൽ നിന്ന് ബിസ്താമിലുള്ള തന്റെ ഉമ്മയെ കാണാൻ വേണ്ടി വന്നതാണ്, യാത്രക്കാരനാണ്. യാത്രക്കാർക്ക് നോമ്പ് നോൽക്കല് ആ സമയത്ത് നിർബന്ധമില്ല, അവർക്ക് നോമ്പ് മുറിക്കാം, റുഖ്സയുണ്ട്, ആനുകൂല്യമുണ്ട്, പിന്നീട് നോറ്റ് വീട്ടിയാൽ മതി. ആ ഒരു റുഖ്സ, ആ ഒരു ആനുകൂല്യം ഉദ്ദേശിച്ചു കൊണ്ട് ഇവരുടെ അടുക്കൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മഹാനവർകൾ എന്ത് തിന്നു? റൊട്ടി തിന്നു. അല്ലാതെ റമദാനിന്റെ പകലിൽ റൊട്ടി തിന്നൽ ഹലാലായത് കൊണ്ടല്ല, റൊട്ടി തിന്നാൽ നോമ്പ് മുറിയൂല എന്നതുകൊണ്ടല്ല റൊട്ടി തിന്നത്, മറിച്ച് നോമ്പ് മുറിക്കുകയാണ്, ശരീഅത്ത് അനുസരിച്ചാ ചെയ്യുന്നത്, ശരീഅത്തിന്റെ പുറത്തല്ല, ശരീഅത്ത് അനുസരിച്ചാണ് മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അവിടെ റൊട്ടി തിന്നത്. അവര് റുഖ്സ സ്വീകരിച്ചുകൊണ്ടാണ് റൊട്ടി തിന്നത്. എന്നിട്ട് ഫഅങ്കറു, ഇത് കണ്ടപ്പോ ഫഅങ്കറഹുൽ ഖൽഖു വതറകൂഹു, മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. ജനങ്ങളൊക്കെ വിട്ടുപിരിഞ്ഞു പോകണം, ഒഴിഞ്ഞു പോകണം, ആ ലക്ഷ്യത്തിലാണ് അവര് റൊട്ടി തിന്നത് തന്നെ റുഖ്സ സ്വീകരിച്ചുകൊണ്ടാണ്. ശരീഅത്തിൽ അങ്ങനെ റുഖ്സയുണ്ട്, ആ റുഖ്സ സ്വീകരിച്ചുകൊണ്ടാണ് തിന്നത്, അല്ലാതെ ശരീഅത്തിന്റെ പുറത്തുള്ളതായിട്ടല്ല. റൊട്ടി തിന്ന് വിചാരിച്ച് നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞാണ്ടല്ല, ഇതിന്റെ ശരീഅത്ത് വേറെയാണ്, നിങ്ങളുടെ ശരീഅത്ത് വേറെയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല റൊട്ടി തിന്നത്. മഹാനവർകൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളൊന്ന് നോക്കൂ, ഈ നൗഷാദ് മൗലവി പറഞ്ഞത് എന്താണ്? അദ്ദേഹം അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു റൊട്ടി തിന്നു, റമദാനിൽ പകലിലായിരുന്നു. ഫഅങ്കറഹുൽ ഖൽഖു വകാന ഫീ റമളാന എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം വായിക്കുന്നത് എന്താണ്? ഫഅങ്കറഹുൽ ഖൽഖു വതറകൂഹു, ആ ഇബാറത്താണ് വായിക്കുന്നത്. അതിലെ അതിന്റെ ഇടയിലുള്ള വഖസദ റുഖ്സത ബിദാലിക, ഈ പ്രധാനപ്പെട്ട വാചകം കട്ടുവെച്ചുകൊണ്ടാണ് അദ്ദേഹം വായിക്കുന്നത്. ഇത് വായിച്ചാൽ അദ്ദേഹം എന്തിനാണോ ഇത് കൊണ്ടുവന്നത് അതവിടെ സ്ഥിരപ്പെടുത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് കടക്കട്ടെ, അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു കള്ള പ്രചരണം കടക്കട്ടെ എന്ന രീതിയിലാണ് അദ്ദേഹം ഇത് പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹം ഇത് കട്ടുവെച്ചത് എന്ന് നാം മനസ്സിലാക്കുക, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് ഇദ്ദേഹം വായിക്കുന്ന ഇബാറത്തുകൾ മുഴുവനും ഇതുപോലെ കള്ളത്തരങ്ങൾ നിറഞ്ഞതാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇനി അദ്ദേഹം വായിക്കുന്ന മറ്റു ഇബാറത്തുകൾ പലതുമുണ്ട്, ഇൻഷാ അല്ലാഹ് ഓരോന്ന് നമുക്ക് പിടികൂടേണ്ടതുണ്ട്. ഈ രീതിയിൽ ജനങ്ങളുടെ ഈമാൻ തെറ്റിക്കുന്ന ഇത്തരം
ആളുകളുടെ ഷർറിൽ നിന്ന് നാം എല്ലാവരും രക്ഷപ്പെടണം. അതിന് ആലിമീങ്ങൾ നമ്മെ എന്താണോ പഠിപ്പിച്ചത്, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എന്താണോ നമുക്ക് പറഞ്ഞു തന്നത്, ആ വരച്ച വരയിൽ നാം നിൽക്കുക. ഇത്തരം കള്ളന്മാരുടെ പച്ചയായ ഇബാറത്തുകൾ വ്യഭിചരിക്കുന്നവരുടെ മോഷ്ടിക്കുന്നവരുടെ കൂടെ നാം കൂടാതിരിക്കുക. അല്ലാഹു തആല ഇവന്മാരുടെയൊക്കെ ഷർറിനെ തൊട്ട് ഈ സമൂഹത്തെ കാത്ത് രക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കിതാബ് പഠിക്കേണ്ടിടത്തുനിന്ന് പഠിക്കണം. അത് പഠിക്കാൻ സ്വാഹിബുൽ സമാനായി, സ്വാഹിബുൽ ഔഖാത്തായി ഇവിടെ ഉന്നതരായ മഹാന്മാരുണ്ട്. അവരെ കൂടെ ഇരുന്ന് അവര് പഠിപ്പിച്ചു തരും. എന്നിട്ട് പോയി കിതാബ് നോക്ക്. നബവി ഇമാമിന്റെ ബുസ്താനുൽ ആരിഫീൻ ഇതിൽ കാണാൻ ഒരു സംഭവം ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നു, ഞാൻ ബഹുമാനപ്പെട്ട അബുൽ ഖൈറു തൈനാത്തി തങ്ങളെ കാണാൻ പോയി. അബുൽ ഖൈറു തൈനാത്തി തങ്ങളെ കൂടെ ആയിരുന്നു എനിക്ക് ആദ്യമായിട്ട് ചെന്നപ്പോൾ മഗ്രിബ് നിസ്കരിക്കാൻ അവസരം കിട്ടി. ഫസല്ലൽ മഗ്രിബ. അബുൽ ഖൈറു തൈനാത്തി തങ്ങൾ സൂഫികളിൽ മഹാനാണ്. അവർ മഗ്രിബ് നിസ്കരിക്കാൻ തുടങ്ങി. ഫലം യഖ്റഇൽ ഫാത്തിഹ. അന്നത്തെ നിസ്കാരത്തിൽ ഫാത്തിഹ തന്നെ ഓതിയില്ല. നിസ്കരിക്കാനില്ല, നിസ്കരിച്ചു നോക്കുമ്പോൾ ഫാത്തിഹ ഇല്ല. നബി ഇമാം എന്താ പറഞ്ഞു ഈ സംഭവം ഉദ്ധരിച്ച്? മഹാനവറുകൾ ശക്തമായി പറഞ്ഞു, ഈ സംഭവം ഖുൽതു ഖദ് യതവഹമു മൻ യതശബ്ബഹു ബിൽ ഫുഖഹാ. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണെന്ന് ധരിച്ചു വെക്കുന്ന കോലം കെട്ടുന്ന ചിലരുണ്ട്. വലാ ഫിഖ്ഹ ഇൻദഹു. അവരെ സമീപത്ത് ഒരു ഫിഖ്ഹുമില്ല. അവര് ധരിച്ചു വന്ന സ്വലാത്ത് അബുൽ ഖൈരി ഹാദാ കാനത്ത് ഫാസിദ. അബുൽ ഖൈറു തൈനാത്തി റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരം ശരിയല്ലെന്ന് അവർ ധരിച്ചു. ആ ധാരണ തെറ്റാണെന്നും ഔലിയാക്കളുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ രൂപത്തിൽ മനസ്സിലാക്കരുതെന്നും ബൽ യജിബു തഅ്വീലു അഫ്ആലി ഔലിയാഇല്ലാഹി തആല. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ പ്രവർത്തനങ്ങളെ അതിനെ വ്യാഖ്യാനിച്ച് അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് പറ്റിയ രൂപത്തിൽ ആക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം നബവി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുസ്താനുൽ ആരിഫീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവന്ന ഒരു സംഭവമാണ്. ഇവിടെ കുരുവട്ടൂരുകാരൻ കൃത്യമായ രീതിയിൽ കിതാബിന്റെ ഇബാറത്തുകൾക്കിടയിൽ നിന്ന് ഒരു കഷ്ണം മാറ്റിവെച്ച് മഹാനായ ഇമാം അബുൽ ഖൈറുൽ തൈനാത്തി റളിയല്ലാഹു അൻഹു നിസ്കരിച്ചപ്പോൾ ഫാത്തിഹ ഓതിയിട്ടില്ല, എപ്പോഴെങ്കിലും നിസ്കരിക്കലുള്ളൂ, നിസ്കരിച്ചു നോക്കുമ്പോൾ നിസ്കാരത്തിൽ ഫാത്തിഹ തന്നെ ഓതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബുൽ ഖൈറു തൈനാത്തി റളിയല്ലാഹു അൻഹുവിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ ഇവിടെ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു ആ സംഭവം വളരെ വ്യക്തമായി അവിടെ വിശദീകരിക്കുന്നുണ്ട്. കിതാബിൽ എന്താണുള്ളത്? മഹാനവർകൾ അവിടെ പറയുന്നുണ്ട്, ഇബ്രാഹിം റുഖി എന്നവര് ഒരു ദിവസം മഹാനായ അബുൽ ഖൈർ തൈനാത്തി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി പോയതാ. അങ്ങനെ അവിടുന്ന് മഗ്രിബ് നിസ്കരിച്ചു. ആ നിസ്കാരത്തിൽ ഫലം യഖ്റഇൽ ഫാത്തിഹത മുസ്തവിയൻ. മഹാനവർകളെ ഫാത്തിഹ ഓതിയത് ശരിയായ രീതിയിലല്ല ഓതിയത്. ഫാത്തിഹ ഓതിയിട്ടില്ല എന്നല്ല, ഫലം യഖ്റഇൽ ഫാത്തിഹത അത്ര മാത്രമേ നമ്മൾ കുരോട്ടൂരുകാരൻ അവിടെ വായിക്കുന്നുള്ളൂ. ഫാത്തിഹ എന്നെ ഓതിയില്ലാന്ന് എന്നിട്ട് മുമ്പ് അതിന് അർത്ഥം പറയുന്നുണ്ട്. എന്നാൽ ഫാത്തിഹ ഓതിയിട്ടില്ല എന്നല്ല ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞത്. മറിച്ച് ഫലം യഖ്റഇൽ ഫാത്തിഹത മുസ്തവിയൻ, നേരായ രീതിയിൽ ഓതേണ്ട രീതിയിൽ ഫാത്തിഹ ഓതിയില്ല എന്നാണ് അവിടെ ഉള്ളത്. അപ്പം ഇപ്പൊ കുൽത്തു മാന ഇബ്രാഹിം റുഖി എന്നവർ പറയാണ്, ഞാൻ പറഞ്ഞു ഫീ നഫ്സി, എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു, സഫറത്തി, എന്റെ ഈ യാത്ര വെറുതെ ആയി. മഹാനായ അബുൽ ഖൈർ തൈനാത്തി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ചെന്നല്ലേ, അപ്പൊ നിസ്കാരത്തിന്റെ ഈ രൂപം ഇങ്ങനെ കണ്ടപ്പോൾ മഹാനവകൾ പറഞ്ഞു ഇതിപ്പോ ഒരു വേണ്ടാത്തൊരു യാത്രയായി പോയി എന്ന് മനസ്സിലേക്ക് കരുതിയിട്ടുള്ളൂ. ആ സംഭവം വളരെ വിശാലമായ ചരിത്രമാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായാലും ഇവിടെ സംഭവം എന്താണുള്ളത്? അബുൽ ഖൈർ തൈനാത്തി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയിട്ടില്ല എന്നാണോ ഇമാം നബവി റളിയല്ലാഹു അൻഹു കിതാബിൽ പറഞ്ഞത്? ഒരിക്കലും അല്ല. മറിച്ച് ഫാത്തിഹ ഓതിയിട്ടുണ്ട്, പക്ഷേ ആ ഓതിയ ഫാത്തിഹ ശരിയായ രീതിയിൽ ആയിരുന്നില്ല. അതാ ഫലം യഖ്റഇൽ ഫാത്തിഹത മുസ്തവിയൻ, നല്ല ഓതേണ്ട രീതിയിൽ ശരിക്കുള്ള രീതിയിലല്ല ഓതിയത്. ഈ സംഭവത്തിന് വിശദീകരിച്ചുകൊണ്ടാണ് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടെ പറയുന്നത്, ഖുൽതു ഖദ് യതവഹമു മൻ യതശബ്ബഹു ബിൽ ഫുഖഹായി വലാ ഫിഖ്ഹ ഇൻദഹു. ഫിഖ്ഹ് എന്താണ് എന്ന് അറിയാത്ത ആളുകൾ, വലിയ ഫഖീഹാണ് എന്ന്, ഞാൻ വലിയ ഈഴമുള്ളവനാണ് എന്ന് നടിച്ചു നടക്കുന്ന ആളുകൾ ഇത് തെറ്റിദ്ധരിച്ചു പോകും. എന്ത്? മഹാനായ അബുൽ ഖൈർ തൈനാത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഫാത്തിഹ അദ്ദേഹം ക്ലിയറായ നല്ല രീതിയിൽ ഓതാത്തത് കൊണ്ട് ആ നിസ്കാരം സഹി അല്ല, ഫാസിദാണ് എന്ന് ചിലർ ഇത്തരം ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും. അതേസമയം ഫിഖഹിനെ സംബന്ധിച്ച് അറിയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അതിന്റെ മസല അറിയാം, എന്താണ് മസല. എന്നിട്ട് മഹാനവർകൾ അവിടെ പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ ഔലിയാക്കന്മാരിൽ നിന്നാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? തെയ്വീൽ ചെയ്യണം. ആ തെയ്വീൽ എങ്ങനെ ചെയ്യണം എന്ന് മഹാനവർകൾ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതാ വജവാബു ഹാദാ മിൻ തലാത്തത്തി ഔജുഹിൻ, 3 നിലക്ക് ഈ ഫാത്തിഹ റെഡിയായി ഓതിയില്ല എന്നുള്ളതിനെ ന്യായീകരിക്കാൻ കഴിയും. ഏതാണെന്ന്? അഹദുഹ, ഒന്ന് അന്നഹു ജറാ മിൻഹു ലഹനുൻ ലാ യഖില്ലു ബിൽ മഅന. ഒന്നാമത്തത്, അർത്ഥത്തിന് ഖലലില്ലാത്ത രീതിയിൽ, അർത്ഥം മാറാത്ത രീതിയിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ, ഓത്തിൽ പിഴവ് സംഭവിച്ചാൽ അവിടെ നിസ്കാരം ഏതാകൂല? ഫാസിദാകൂല, നിസ്കാരം ബാത്തിലാകൂല. അത് ഇത്തിഫാഖ് എന്ന അഭിപ്രായമാണ്. രണ്ടാമത്തത് എന്താണ്? അത്താനി അന്നഹു മഗ്ലൂബുൻ അലാ ദാലിക ബി ഖലലിൻ ഫീ ലിസാനിഹി, നാവിൽ എന്തെങ്കിലും ഖലലുള്ളത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഉച്ചരിക്കാൻ കഴിയുള്ളൂ.
ഫാത്തിഹ ഓതുമ്പോൾ ചില ആളുകളുടെ നാവിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അവൻ അങ്ങനെ അത് ഓതാൻ കഴിയുള്ളൂ, എന്നാ അവൻ അങ്ങനെ ഓതിയാൽ മതി. അങ്ങനെ ഓതി എന്നതുകൊണ്ട് അവന്റെ നിസ്കാരം എന്താകൂല, ബാത്തിലാകൂല. അതും ഇത്തിഫാക്കൻ അഭിപ്രായമാണ്. ഇനി മൂന്നാമത്തത് അസ്സാലിസു അന്നഹു ലൗലം യകുൽ ലഹു ഉദുറുൻ, അവന് ഉദുറൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഫഖിറാഅത്തുൽ ഫാത്തിഹത്തി, ഫാത്തിഹ തന്നെ ഓതുക എന്നത് ലൈസത്ത് ബിമുഅയ്യനത്തിൻ ഇൻദ അബി ഹനീഫത, മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഫാത്തിഹ തന്നെ ഓതണം എന്നുള്ള ഏതില്ല, നിർബന്ധമില്ല. ഫാത്തിഹ തന്നെ ഓതണം എന്നില്ല, അബൂ ഹനീഫ ഇമാമിന്റെ അടുക്കൽ അങ്ങനെയുണ്ട്. എന്നിട്ട് പറയാണ് വലാ യൽസമു ഹാദൽ വലിയ, ഈ വലിയ എനിക്ക് നിർബന്ധമില്ല അൻ യതഖയ്യദ ബിമദ്ഹബി മൻ ഔജബഹ, ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ ആളുകളുടെ മദ്ഹബ് തന്നെ പിന്തുടരണം എന്ന് ആർക്ക് നിർബന്ധമില്ല, ഈ വലിയന് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് ഈ മൂന്നാലൊരു നിലക്ക് മഹാനവറുകളുടെ ആ ഫാത്തിഹ ഓതിയത് റെഡിയല്ല, ശരിയായില്ല എന്നുള്ളതിനെ തൗജീഹ് ചെയ്യണം എന്നാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞത്. അല്ലാതെ മഹാനായ അബുൽ ഖൈർ തൈനാത്തി റളിയല്ലാഹു അൻഹു ഫാത്തിഹ തന്നെ ഓതിയിട്ടില്ല, ഫാത്തിഹ ഓതാതെയാണ് നിസ്കരിച്ചത് എന്ന് ഈ രീതിയിൽ പച്ചക്കള്ളം മഹാനവറുകളുടെ പേരിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്തിന്റെ പേരിലായാലും ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് ഇത്തരം കുരുവട്ടൂരുകൾ മനസ്സിലാക്കണം. ഇതുപോലെ ഒരുപാട് പച്ചക്കള്ളങ്ങൾ ഔലിയാക്കന്മാരുടെ പേരിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് എന്തിനിത്തരം കള്ളത്തൊരീക്കത്തുകളെ പ്രചരിപ്പിക്കാൻ നടക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്തരം കള്ളത്തൊരീക്കത്തുകാർ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പേരിൽ പടച്ചുണ്ടാക്കുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാരുടെ കിതാബിലെ ഉദ്ധരണികൾ കട്ടുമുറിച്ചുകൊണ്ട് കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അതിൽ നാം വഞ്ചിതരാവാൻ പാടില്ല. നമുക്ക് നമ്മുടെ മഹോന്നതരായ പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നാം നിലകൊള്ളുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഗ്രിബ് നിസ്കരിക്കാൻ തുടങ്ങി, ഫലം യഖ്റഇൽ ഫാത്തിഹ, അന്നത്തെ നിസ്കാരത്തിൽ ഫാത്തിഹ തന്നെ ഓതിയില്ല. അവർ മഗ്രിബ് നിസ്കരിക്കാൻ തുടങ്ങി, ഫലം യഖ്റഇൽ ഫാത്തിഹ, അന്നത്തെ നിസ്കാരത്തിൽ ഫാത്തിഹ തന്നെ ഓതിയില്ല. ഞാനിവിടെ എത്ര ഉഷാറായി പ്രസംഗിച്ചു വിചാരിച്ചോളൂ. എങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞാലും അതിന്റെ ഒന്നാമത്തെ ക്രെഡിറ്റും ഒന്നാമത്തെ അവകാശവും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനാണ്. കാരണം അവിടെ നിന്നാണ് ഞങ്ങളെ ഇത് പറയിപ്പിക്കുന്നത്. ആ വലിയ ഹദറത്തുകളിൽ നിന്ന് വരെ